നല്ല ടേസ്റ്റോട് കൂടിയുള്ള കപ്പ അവിയൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഏർലി മോർണിംഗിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് പാചകത്തിലേക്ക് പോകാമെന്നോർത്താണ് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പം നല്ല ഭംഗി കാണാനായിട്ട്. എന്നാൽ പിന്നെ അത് ആ പുറത്തെ കാലാവസ്ഥ, ഇന്നത്തെ കാലാവസ്ഥയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. കണ്ടോ, അടിപൊളി കാലാവസ്ഥയാണ് ഇന്ന്. നല്ല രസമാണ്. പക്ഷേ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, ചെറിയൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. എന്നാലും നല്ല ഭംഗി. രാവിലെ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ തന്നെ മുറ്റത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ തോന്നുന്നേ. ഇതുപോലെ കാലാവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ, തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിന് തന്നെ ഒരു കുളിർമയും എവിടെയെങ്കിലൊക്കെ പോകാനൊക്കെ തോന്നും. എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. കുറച്ച് നാൾ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ തെളിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും നല്ല സുഖമല്ലേ, മനസ്സിനൊരു സന്തോഷം, സമാധാനം. ഇതൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും വാ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കപ്പ അവിയൽ ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കപ്പ, തക്കാളി, പയറെന്ന് വെച്ചാൽ അച്ചിങ്ങപ്പയർ. വേറെ ഇതിൻ്റെ കൂടെയുള്ളത് താളാണ് കണ്ടോ, ചേമ്പിൻ താള്. ഒരു 2 വലിയ താള് നമ്മളെടുത്തു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ തക്കാളി ഒരു ചെറുതിട്ടാൽ മതി, വലിയത് വേണമെന്നില്ല. അതിൻ്റെ കൂടെ ഒരു സവോളയും ഒരു പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരക്കാൻ നേരത്ത് വേറെ മുളക് ഇടും. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വിളിച്ചു. അപ്പോൾ മീൻകാരൻ ചേട്ടൻ മുറ്റത്ത് വന്നുകൊണ്ട് നമുക്ക് മീൻ മേടിച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യാമെന്നോർത്ത് ഇറങ്ങിയതാണ്. അപ്പം മീനിൻ്റെ വിലയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഭയങ്കര വിലയാട്ടോ ഇപ്പം മീനിന്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കാതെ തന്നെ മുറ്റത്ത് ചെന്നു. അപ്പോൾ ആ ചേട്ടൻ ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞ് മീനൊക്കെ തന്നു. ചെറിയ ചൂരയായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാം. അതെന്ത് വിലയാ? നമുക്ക് അത് 1/2 കിലോ നോക്കാം. അത് മതി, 1/2 കിലോ മതി. ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോക്കോളാം. വാഴയിലയോ കവർ വേണ്ട. നമുക്ക് കവർ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അവിടെ വെച്ച് തൂക്കി തന്നു. ഇലയിലാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയത് കേട്ടോ. മിക്കവാറും എന്ന് ചേട്ടൻ തലയിൽ വെച്ചുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. എന്നാന്ന് പറഞ്ഞാലും തലയിലൊക്കെ വെച്ച് ഇപ്പോൾ ആരാ മീൻ കൊണ്ടുവരുന്നേ. അപ്പോൾ അത് കാണുമ്പോൾ വിഷമമുള്ളപ്പോൾ നമ്മൾ വിളിച്ച് നമുക്ക് പറ്റുന്ന രീതി മേടിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതെല്ലാം സാധനം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കപ്പ നമ്മളൊരു പാത്രത്തിലൊക്കെ ഇട്ടു കഴുകി റെഡിയാക്കി നമുക്കിനി അതൊന്ന് അടുപ്പത്ത് വെക്കാം. തക്കാളി നമ്മൾ അരിഞ്ഞിട്ടില്ല. കപ്പ ഒരുമാതിരി വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളിയൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചു. തിളക്കമ്പ് വേകുന്ന കപ്പ, കണ്ടത്തിലെ കപ്പയാണ്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള കപ്പയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓരോ സാധനം ഇട്ട് കൊടുക്കുവാണ്. ചിലവർ പറയും കപ്പ ഊറ്റി കളഞ്ഞില്ലേ കൊള്ളത്തില്ലെന്ന്. പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. വേണ്ടവർക്ക് തിളച്ച് കഴിയുമ്പോൾ ഊറ്റി കളയാവേ. ഞാൻ ഊറ്റി കളഞ്ഞില്ല. കപ്പ കറിയായിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ദോശയുടെ കൂടെയോ ഒക്കെ കൂടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ കപ്പ കറിയൊക്കെ വെക്കും. ഇവിടെ ഇടുക്കി വന്നതിന് ശേഷമാണ് കപ്പക്കറി അധികം അപൂർവം ചിലയിടത്ത് മാത്രമേ നമ്മൾ കാണുന്നത്. നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വെന്തു. ചേമ്പിന്താളും അച്ചിങ്ങാപ്പയറൊക്കെ അല്ലേ, അതൊക്കെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന സാധനം വേണ്ട, എല്ലാം വെന്ത് കിട്ടി. ഇനി നമുക്ക് അതിന് അരക്കാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തേങ്ങ, പത്തലുമുളക്, പിന്നെ 2-3 ചെറിയ ഉള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളിതെല്ലാം കൂടെ ഒന്ന് ചതച്ചണ്ട് വന്ന് അതിലേക്കിട്ടു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. നമുക്ക് ഈ പാത്രം ഒന്ന് മാറേണ്ടി വരും. അടി പിടിക്കുന്ന രീതി തോന്നും. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് മാറാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ മാറി വേറൊരു പാത്രത്തിലേക്ക് ആക്കി. ആ പാത്രത്തിൽ വെച്ചിട്ട് അടി പിടിക്കുക. അപ്പോൾ നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കപ്പക്കറിയായിട്ട്. രാവിലെ കാപ്പിക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ കറി കപ്പയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറിയാണ്. പക്ഷേ താളിച്ചും കൂടെ നമ്മൾ ഇടണം. 2 പത്തലമുളകും കൂടെ അവത്തിലിട്ടു.
താളിച്ചും കൂടി ഇട്ടപ്പോൾ നമ്മുടെ കപ്പ അവിയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. കട്ടിക്കിരുന്ന് അത്ര വലിയ ടേസ്റ്റ് ഇല്ല. കണ്ടോ, നല്ല ടേസ്റ്റോട് കൂടിയുള്ള കപ്പ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തിൻ്റെ കഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ ആയാലും കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്.